നമ്മൾ പോകുന്നത് ഒരു ഹിഡൻ ജേം പ്ലേസിലേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല. ഒഫീഷ്യലായിട്ടുള്ള പേരെന്താണെന്നൊന്നും അറിയില്ല. ചുള്ളിയാർ ഡാമിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഒരു വാട്ടർഫോളാണ്, ഒരു ചെറിയൊരു വാട്ടർഫോൾ, ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. ഇത് പോണ വഴിയൊക്കെയാണ്, നല്ല ഭംഗിയാണ്. മലയും കാടും മാങ്ങത്തോപ്പും പാറക്കെട്ടും എല്ലാം ഉള്ളൊരു വഴിയാണിത്. ഡാമിൻ്റെ ബാക്ക് സൈഡാണ്. ചുള്ളിയാർ ഡാം എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തുള്ളൊരു ഡാമാണ്. നമ്മൾ ആക്ച്വലി പോയത് ഒരു 5:30 കഴിയണ നേരത്തായിരുന്നു. അതുകൊണ്ട് ചന്ദ്രനൊക്കെ വന്നാൽ നമുക്ക് കാണാൻ പറ്റി. ഇതാണ് നമ്മൾ പറഞ്ഞ ഡാമിൻ്റെ ബാക്കാണ്. കുറേ ആളുകൾ അവിടെ നടക്കാനൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു. ഈവനിങ് ആണ്, 5:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ പോകുന്ന വഴി മുഴുവൻ മാങ്ങാത്തോട്ടമാണ്. നമ്മൾ മുതലമടൻ്റെ ഒരു പാർട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങത്തോട്ടമുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് മാങ്ങത്തോട്ടമാണ്. പിന്നെ കാടുമാണ്. കാടെന്ന് പറഞ്ഞാൽ ആന ഇറങ്ങുന്ന, പന്നി ഇറങ്ങുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയയും കൂടെയാണിത്. നമുക്ക് വഴിയൊന്നും അറിയണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. പക്ഷേ ഒരുപാട് പേര് പോയതിൻ്റെ പിക്ചേഴ്സും വീഡിയോസും എല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ കുറേ ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകണമെന്ന്. പക്ഷേ നമുക്ക് പോകാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വഴി തെറ്റി, അങ്ങോട്ടല്ല, നമുക്ക് റൈറ്റിക്കല്ല പോകേണ്ടത്, ലെഫ്റ്റിലോട്ടുള്ള വഴിയിലാണ് പോകേണ്ടത്. പിന്നെ കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് റോഡൊക്കെയാണ്. അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ല, വീടൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. മാങ്ങത്തോട്ടം മാത്രമേ ഉള്ളൂ. ഇതേ ആനപ്പിണ്ടിയാണിത്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വഴി അറിയില്ല. നമ്മുടെ കൂടെ വന്നവർ എപ്പോഴും ഒരു തവണ പോയിട്ടുണ്ട്, 3 ആളും പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഓർമ്മയില്ല നമ്മൾ പോകുന്ന സ്ഥലം ഇതന്നെയാണോന്ന്. അവിടെ എത്തിയതിന് ശേഷം സ്ഥലം കണ്ടിട്ടാണ് അവർ പറയുന്നത്, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് 3 ആളും പറഞ്ഞത്. ഫൈനലി നടന്ന് നമ്മൾ വാട്ടർഫോളിലോട്ട് എത്തി. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ്. ഹെവി വാട്ടർഫോളല്ല, നമുക്ക് അവിടെ പോയി നിന്ന് കുളിക്കാനും കണ്ടിരിക്കാനൊക്കെ പറ്റുന്നൊരു കാമായിട്ടുള്ള ചെറിയൊരു ചാറ്റിൽ മഴ പോലെയൊക്കെ ഉള്ളൊരു വാട്ടർഫോളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. അല്ലാതെ അവിടെ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ കൊണ്ടുവന്ന് വേസ്റ്റ് എന്താണോ അത് നമ്മളതിനെ ക്യാരി ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് എവിടെയാണെന്ന് വെച്ചാൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെ കൊണ്ട് കളയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടോ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ കുപ്പി ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിച്ച വേസ്റ്റൊക്കെ വെക്കുമ്പോൾ അവിടെ കാട്ടുമൃഗങ്ങളെല്ലാം വന്നിട്ട് അവിടെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇത്ര നല്ലൊരു സ്ഥലമാണിത്, അതിനിങ്ങനെ കേടുവരുത്തുന്ന പോലെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ട് പോകുന്നത് അത് വളരെ മോശം പരിപാടിയാണ്. നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസിനെ തന്നെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന പോലെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവേത് ചെയ്യാതിരിക്കുക. നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെ കണ്ടോ, നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ചെറിയ ഫോഴ്സേ ഉള്ളൂ, നമുക്ക് നിന്ന് കുളിക്കുക എല്ലാം ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഞാൻ ഒരു 3 കൊല്ലത്തിന് മേലെ ഈ ഒരു സ്ഥലം കാണണം, പോകണം എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. നമ്മുടെ ഡെലിവറിയും പ്രഗ്നൻസിയും പിന്നെ അതിന് മുന്നേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റാണ്ട് വന്നു. ഞാൻ നല്ല ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ. പിന്നെ ഇത് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. പോയി കുളിച്ച് നമുക്ക് മാറി നിൽക്കാനും പറ്റില്ല, നമ്മുടെ കൺട്രോളും പോയി കുളിച്ച് വന്നു. പക്ഷെ നല്ല തണുപ്പായിരുന്നു, തണുത്ത് വിറങ്ങലിച്ച് വരും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ലോക്കൽ ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നത്. പിന്നെ മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അപ്പോൾ നല്ല വഴുക്കലൊക്കെ ഉണ്ട്, വെള്ളം വീഴുന്ന ഭാഗത്തൊക്കെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ പോകുന്നവർ, ഇതുപോലെയുള്ള പ്ലേസിലൊക്കെ പോകുന്നവർ സൂക്ഷിച്ച് സാഹസികതയൊന്നും കാണിക്കാതെ പോയി കണ്ടു വരിക, അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 6:30 കഴിഞ്ഞു, 7 മണി ആവാനായി. ഒരു ചെറിയ ഇരുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ റോഡ് ശരിയല്ല, അപ്പോൾ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. നമ്മൾ പോയ ടൈമിങ് അത്ര കറക്റ്റല്ലായിരുന്നു എന്ന് എപ്പോഴാണ് തോന്നിയത്. കുറച്ച് നേരത്തെ പോകണമായിരുന്നു, നമ്മൾ മോർണിംഗോ ഇല്ലെങ്കിൽ ഉച്ചയ്ക്കെങ്കിലും പോകണമായിരുന്നു. ഇരുട്ടായി. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പക്ഷേ നമുക്കങ്ങനെ വിശ്വസിച്ചും പോകാൻ പറ്റില്ലല്ലോ, ഇരുട്ടായി, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന നേരമാണ്. പിന്നെ നമ്മുടെ സ്കൂട്ടിയും ബൈക്കൊക്കെ ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെല്ലെ പിടിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂട്ടി കുറച്ച് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മളെല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് പോയി വന്നു. നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റായിരുന്നു പ്രകൃതി തന്നിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആയിരുന്നു. ആന ഇറങ്ങുന്ന, പന്നി ഇറങ്ങുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു